നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തുസൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ സ്വർണ്ണ തിളക്കത്തിൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് റോഡ് ചെമ്മാട്. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, ആന്റിക് ആൻഡ് തുർക്കിഷ്, ഡയമണ്ട്, റോസ് ഗോൾഡ്, പ്ലാറ്റിനം കളക്ഷൻ, കേരള മോഡൽ, ട്രഡീഷണൽ, ബോംബെ, കൽക്കത്ത ആഭരണങ്ങളുടെ സ്പെഷ്യൽ കളക്ഷൻ, അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം, വിവാഹ പർച്ചേസിന് പ്രത്യേക ആനുകൂല്യം. ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് റോഡ് ചെമ്മാട്. ഫോൺ 049224629169 9037917916. വാർത്തകൾ വിശദമായി. ചെമ്മാട് മിനി സിവിൽ സ്റ്റേഷനിലെ അന്വേഷണ കൗണ്ടറിന് പൂട്ടുവീണിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും മുഖം തിരിച്ച് അധികൃതർ. തിരൂരങ്ങാടി താലൂക്ക് ആസ്ഥാനമായ ചെമ്മാട് പ്രവർത്തിക്കുന്ന മിനി സിവിൽ സ്റ്റേഷനിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന വയോജനങ്ങളടക്കം തങ്ങൾക്ക് ലഭിക്കേണ്ട സേവനങ്ങളുടെ ഓഫീസ് ഏത് നിലയിലാണെന്നറിയാതെ 5 നിലകളുള്ള മിനി സിവിൽ സ്റ്റേഷൻ കയറിയിറങ്ങി ദുരിതമനുഭവിക്കുകയാണ്. നിരവധി സർക്കാർ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന മിനി സിവിൽ സ്റ്റേഷനിലെത്തുന്ന ജനങ്ങൾക്ക് സഹായകമാകുന്ന തരത്തിലായിരുന്നു കൗണ്ടർ ഇട്ടിരുന്നത്. അടിസ്ഥാന സൗകര്യങ്ങളടക്കം ഒരുക്കിയായിരുന്നു കൗണ്ടറിൻ്റെ ഉദ്ഘാടനം. എന്നിട്ടും ഇതുവരെയായിട്ടും അടഞ്ഞു കിടക്കുകയാണ്. താഴത്തെ നിലയിൽ തഹസിൽദാർ ഓഫീസിനോട് ചേർന്നാണ് കൗണ്ടർ സ്ഥാപിച്ചിട്ടുള്ളത്. കൗണ്ടർ പ്രവർത്തിക്കാത്തതിനാൽ പലർക്കും മികച്ച സേവനം കിട്ടാതെ പരാതിപ്പെട്ടു പോകുന്ന സ്ഥിതിയുമുണ്ട്. തിരൂരങ്ങാടി മിനി സിവിൽ സ്റ്റേഷനിലെ അന്വേഷണ കൗണ്ടർ പ്രവർത്തനരഹിതമായിട്ട് കാലങ്ങളോളമായി, ഏകദേശം വർഷങ്ങളായിട്ട് തന്നെയാണ് ഓർമ്മ. അപ്പോൾ ഇവിടെ വരുന്ന പ്രായമായവർ, അതുപോലെ തന്നെ പ്രായമായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരൊക്കെ ഇവിടെ വന്നിട്ട് ഈ ഓഫീസിൽ 10ഓളം ഓഫീസുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവരിവിടെ വന്നിട്ട് അന്വേഷിച്ച് ഓരോ ഓഫീസുകളും എവിടെയാണെന്ന് അറിയാതെ കയറി ഇറങ്ങേണ്ട അവസ്ഥയാണ്. പ്രത്യേകിച്ച് ഈ സിവിൽ സപ്ലൈസ് ഓഫീസിലോട്ടും അതുപോലെ തന്നെ ഈ RT ഓഫീസിലോട്ടൊക്കെ വരുന്നവർക്ക് ഈ കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു ഇത് അന്വേഷിച്ച് ഇവിടെ പറഞ്ഞു കൊടുക്കാൻ ആളുകളില്ലാത്തൊരവസ്ഥയാണ്. കൂടാതെ ലിഫ്റ്റ് ഇടയ്ക്കിടയ്ക്ക് തകരാറ് വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന പ്രായമായവർ ഓരോ ഓഫീസുകളും ഏതാണെന്നുള്ളത് അന്വേഷിച്ച് ഓരോ സ്റ്റെപ്പുകൾ കയറി ഇറങ്ങുമ്പോൾ അതിൻ്റേതായ പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. അപ്പോൾ അടിയന്തരമായിട്ട് തന്നെ ഈ അന്വേഷണ കൗണ്ടർ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ വേണ്ട നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. നിരവധി സർക്കാർ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന മിനി സിവിൽ സ്റ്റേഷനിലെത്തുന്ന പൊതുജനങ്ങൾ തങ്ങൾക്ക് ലഭിക്കേണ്ട സേവനങ്ങളുടെ ഓഫീസ് ഏത് നിലയിലാണെന്നറിയാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. കൗണ്ടർ ഉടൻ പ്രവർത്തനം ആരംഭിക്കണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.